ഹായ് എവരിവൺ, റേഡിയോ സാപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹീറ്റ് ട്രാൻസ്ഫർ കോഴ്സിൽ ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറും ഫൊറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷനുമാണ്. എന്നാൽ ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനമായിട്ട് രണ്ട് ടോപ്പിക്കുകളാണ്. ഒന്ന് ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ, നെക്സ്റ്റ് വൺ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഇത് രണ്ടുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷനിലേക്കാണ്. നമുക്കറിയാം പ്രധാനമായിട്ടും 3 ടൈപ്പിലുള്ള കോർഡിനേറ്റ് സിസ്റ്റമാണ് നമുക്ക് പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം, സെക്കൻഡ് വൺ സർക്കുലർ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, തേർഡ് വൺ സ്പെറിക്കൽ ടൈപ്പ് കോർഡിനേറ്റ് സിസ്റ്റം. റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു റെക്ടാങ്കുലർ എലമെന്റ് എടുത്തിരിക്കുന്നു. ഇതിനകത്തെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിന്റെ പി എന്ന് കൊടുത്താൽ ആ പി എന്ന് പറയുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എക്സ് വൈ ഇസഡ്. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ 3 കോർഡിനേറ്റ് സിസ്റ്റം വേണം. എക്സ് വേണം, വൈ വേണം, ഇസഡ് വേണം. അതായത് ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു റെക്ടാങ്കിളിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പ്രധാനമായിട്ടും 3 കോർഡിനേറ്റ്സുകളാണ് വേണ്ടത്, എക്സ് വൈ ഇസഡ്. ഓക്കെ, ഇനി ഇതിനകത്തെ 3 എലമെന്റുകളെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് വൺ ഡി എക്സ്, അതായത് ഈ ഒരു പാർട്ടാണ് ഡി എക്സ് എന്ന് പറയുന്നത് ലെങ്ത്. അതായത് ഏറ്റവും ബാക്കിലുള്ള ഈ ഒരു പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിനും ഈ ഫ്രണ്ടിലുള്ള വെർട്ടിക്കൽ പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡി വൈ. ഡി വൈ എന്ന് പറയുന്നത് ലെഫ്റ്റിലും റൈറ്റിലുമുള്ള ഈ രണ്ട് ഫേസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്, വൈക്ക് അലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഡി വൈ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഡി ഇസഡ്. ഡി ഇസഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡി ഇസഡ് എന്ന് പറയുന്നത് അപ്പർ ആൻഡ് ലോവർ, അതായത് മുകളിലെയും താഴെയും 2 പ്ലെയിനുകൾക്കിടയിലുള്ള ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഡി ഇസഡ് എന്ന് പറയുന്നത്. ഇസഡ് ഡയറക്ഷന് എലോങ് ആയിട്ടുള്ള. ഇനി എക്സ് ഡയറക്ഷന് എലോങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം. എക്സ് ഡയറക്ഷൻ എലോങ് ആയിട്ടുള്ള ഈ 2 പ്ലെയിനുകളുടെ ക്രോസ് സെക്ഷണൽ പ്ലെയിനുകളുടെയും വാല്യൂ, ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഡി വൈ ഇൻറ്റു ഡി സെഡ് ആണ്. ശരിയല്ലേ? ഇത് ആണ് നമ്മുടെ ഈ ലെങ്ത് ആണ് നമ്മുടെ ഡി വൈ എന്ന് പറയുന്നത്. ഇത് ഡി സെഡ് എന്ന് പറയുന്നത്. ഡി സെഡ് എന്ന് പറയുന്നത് ഈ 2 ലെങ്തുകൾ തമ്മിലുള്ള പ്രോഡക്റ്റ് ആണ് ഇതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ, എക്സ് ഡയറക്ഷന് എലോങ് ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ ഏരിയ. അത് നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഒരു എക്സ് ഡയറക്ഷനിലുള്ള ഹീറ്റ് കണ്ടക്ഷൻ നോക്കുകയാണെങ്കിൽ ക്യൂ എക്സ് എന്ന് പറയുന്ന ഹീറ്റ് നമ്മുടെ ബാക്കിലുള്ള ഈ ഒരു പ്ലെയിനിലൂടെ എലമെന്റിലേക്ക് കയറുന്നു. ഡി എക്സ് ഡി വൈ ഡി സെഡ് വോളിയമുള്ള എലമെന്റിലേക്ക് കയറുന്നു. ഇത് ഫ്രണ്ട് പ്ലെയിനിലൂടെ എക്സ് പ്ലസ് ഡി എക്സ് ഡിസ്റ്റൻസ് മാറി പോകുന്നു. അതുകൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ക്യൂ എക്സ് പ്ലസ് ഡി എക്സ് എന്ന് എഴുതുന്നു. ഈ റെക്ടാങ്കിൾ കോർഡിനേറ്റിന്റെ ഫൈനൽ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. നമുക്കിത് എങ്ങനെ ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, പ്രധാനമായിട്ടും ഈ ഡെറിവേഷൻ എല്ലാ കോർഡിനേറ്റ് സിസ്റ്റത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ബാലൻസിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. റേറ്റ് ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ അറ്റ് കോർഡിനേറ്റ് സിസ്റ്റം എക്സ് വൈ സെഡ് ആയതുകൊണ്ട് നമ്മളിവിടെ എക്സ് വൈ സെഡ്. ഇനി അത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പോയിന്റുകൾ വരും. മൈനസ് റേറ്റ് ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ അറ്റ് എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് ഡി വൈ ഇസഡ് പ്ലസ് ഡി എസ് സെഡ്. ഈ ഒരു വാല്യൂ, ഈ ഒരു നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലോ ആണ്, പ്ലസ് റേറ്റ് ഓഫ് ഹീറ്റ് ജനറേഷൻ ഇൻസൈഡ് ദ എലമെന്റിന് ഇൻസൈഡ് എത്ര, അതായത് ഇപ്പൊ കെമിക്കൽ റിയാക്ഷൻസ്, ബോണ്ടിങ്, ബ്രേക്കിംഗ് ഇതൊക്കെ മൂലം എത്ര ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു, ഇത് രണ്ടിന്റെയും കൂടെ സം ആയിരിക്കും ആ ഒരു എലമെന്റിന്റെ ടോട്ടൽ എനർജി കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് ആണ് നമ്മുടെ പ്രധാനമായിട്ടും എല്ലാ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന എനർജി ബാലൻസ് ഇക്വേഷൻ. ഓക്കെ, നമുക്കിത് മാത്തമാറ്റിക്കൽ ഇക്വേഷനിലേക്ക് പോകാം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് ഇതാണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ക്യൂ എക്സ് മൈനസ് ക്യൂ എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് ക്യൂ വൈ മൈനസ് ക്യൂ വൈ പ്ലസ് ഡി വൈ പ്ലസ് ക്യൂ ഇസഡ് മൈനസ് ക്യൂ ഇസഡ് പ്ലസ് ഡി ഇസഡ് പ്ലസ് എനർജി ജനറേഷൻ, ഹീറ്റ് ജനറേഷൻ പ്ലസ് എനർജി കണ്ടന്റ് പെർ യൂണിറ്റ് ടൈം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ റേറ്റ് ഓഫ് ഹീറ്റ് ജനറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നത് യൂണിറ്റ് വോളിയത്തിലുള്ള ഹീറ്റ് ജനറേഷൻ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോളിയത്തിലുള്ള ഹീറ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഇൻറ്റു ടോട്ടൽ വോളിയം ആയിരിക്കും. ക്യൂ സ്മോൾ ഹീറ്റ് ജനറേഷൻ ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്, ഇതാണ് അതിന്റെ വോളിയം. ഓക്കെ, അപ്പം ഈ
യൂണിറ്റ് വോളിയത്തിലുള്ള ഹീറ്റ് ജനറേഷൻ ഇൻറ്റു ഡി വി എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. അങ്ങനെ ടോട്ടൽ റേറ്റ് ഓഫ് ഹീറ്റ് ജനറേഷൻ നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ പോകുന്നത് എങ്ങനെയാണ് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കുന്നത് നോക്കാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ. അതിനുവേണ്ടി ഞാൻ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്നത് രണ്ട് ഫേസുകളെയാണ്. ആദ്യത്തത് എക്സ് ഡയറക്ഷനുള്ള ബാക്ക് ഫേസിനെയും ഫ്രണ്ട് ഫേസിനെയും അവ തമ്മിലുള്ള ഹീറ്റ് ഡിഫറൻസ് പറയുന്നത് ക്യു എക്സ് മൈനസ് ക്യു എക്സ് പ്ലസ് ഡി എക്സ് ആണ്. അത് നമുക്ക് എങ്ങനെ കിട്ടും? ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ക്യു എക്സ് ഇൻറ്റു ഡി എക്സ്. നമുക്കറിയാം ക്യു എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ ഉള്ളതാണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്ന പോയിന്റിലുള്ള അവിടുന്ന് ഡി എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടാണ് എങ്ങോട്ടേക്ക് വരുന്നത്? ക്യു എക്സ് പ്ലസ് ഡി എക്സിലേക്ക് വരുന്നത്. ഡി എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മൂവ് ചെയ്താണ് ക്യു എക്സ് എന്ന് പറയുന്നതും ക്യു എക്സ് പ്ലസ് ഡി എക്സിലേക്ക് എത്തുന്നത്. അപ്പൊ അത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ എന്തുമാത്രം ചേഞ്ച് സംഭവിക്കുന്നു? അതായത് നമുക്കറിയാം എക്സ് എന്ന് പറയുന്നിടത്ത് ഉണ്ടാകുന്ന യൂണിറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ക്യു എക്സ് ആണ്. ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ക്യു എക്സ്. അപ്പൊ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ക്യു എക്സ് എന്ന് പറയുന്ന യൂണിറ്റ് ലെങ്തിലുണ്ടാവുന്ന എക്സ് എന്ന് പറയുന്ന യൂണിറ്റ് ലെങ്തിലുണ്ടാവുന്ന ഹീറ്റ് കണ്ടന്റ് ആണ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ക്യു എക്സ്. അപ്പോൾ ടോട്ടൽ ഡി എക്സ് മൂവ് ചെയ്യുമ്പോൾ ഇൻറ്റു ഡി എക്സ് നമുക്ക് എഴുതാം. ഓക്കെ, സിമിലർലി നമുക്ക് വൈയുടെയും ഇസഡിന്റെയും എഴുതാം. എന്നിട്ട് ഈ ക്യു എക്സിനകത്തോട്ട് നമ്മൾ ഫൊറിയർ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. നെഗറ്റീവ് കെ എക്ക് പകരം ഏരിയ ക്രോസ് സെക്ഷൻ ഞാൻ മുമ്പേ പറഞ്ഞു ഡി വൈ ഇൻറ്റു ഡി ഇസഡ് ആണ് എക്സ് ഡയറക്ഷനിൽ ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ്. ഏത് ഡയറക്ഷനിലുള്ള ഹീറ്റ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ആണ് എടുക്കേണ്ടത്? എക്സ് ഡയറക്ഷനുള്ള ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. ഓക്കെ, സിമിലർ മെത്തേഡിൽ വൈയുടെയും ഇസഡിന്റെയും വാല്യൂ കണ്ടെത്തി. ഇതാണ് നെറ്റ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാം കൂടെ സം ആയിരിക്കും നെറ്റ് ഫ്ലോ റേറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എനർജി കണ്ടന്റ് നോക്കാം. എനർജി കണ്ടന്റ് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, എം സി ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് യൂണിറ്റ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് കണ്ടന്റ്. ഈ എമ്മിന് പകരം നമ്മളിവിടെ റോ ഡി വി എഴുതുന്നു. റോ ഡി വി ആണ്. ആ ഡി വി എന്ന് പറയുന്നത് എലമെന്റ് ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇൻറ്റു സി ഡെൽറ്റ ടി, അതിന് പകരം ഡി ടി. പക്ഷേ ഇവിടെ പെർ യൂണിറ്റ് ടൈമിലായതുകൊണ്ട് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആയതുകൊണ്ട് ഡി ടി ബൈ ഡി സ്മോൾ ടി എടുത്തിരിക്കുന്നു. അങ്ങനെ അവസാനം നമുക്കൊരു ഫൈനൽ ഇക്വേഷൻ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു കെ ഡോ ടി ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു കെ ഡോ ടി ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഇൻറ്റു കെ ഡോ ടി ബൈ ഡോ ഇസഡ് പ്ലസ് ഹീറ്റ് ജനറേഷൻ ഈസ് ഈക്വൽ ടു റോ സി ഡോ ടി ബൈ ഡോ സ്മോൾ ടി എന്നുള്ള ഫൈനൽ ഇക്വേഷനിലേക്ക് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് കുറച്ച് ഗേറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ജനറൽ ഇക്വേഷനകത്ത് ഹീറ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ഹീറ്റ് ജനറേഷൻ ക്യു ജി എന്ന് പറയുന്നത് 0 ആണെന്ന് കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ ഇ ജി ഇസ് ഈക്വൽ ടു ക്യു ജി അല്ല, ഓക്കെ ക്യു ജി എന്ന് നോട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇ ജി എന്ന് ഇട്ടിരിക്കുന്നു. ഇ ജി ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ക്യു ജി ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അപ്പം കിട്ടുന്ന ഇക്വേഷൻ, അന്നേരം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഡെൽ സ്ക്വയർ ടി ഈസ് ഈക്വൽ ടു 1 ബൈ ആൽഫ ഡോ ടി ബൈ സ്മോൾ ടി. ഇതാണ് ഡിഫ്യൂഷൻ ഇക്വേഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റഡി കണ്ടീഷൻ. സ്റ്റഡി കണ്ടീഷൻ നമുക്കറിയാം എന്താണ് സ്റ്റഡി കണ്ടീഷൻ എന്ന് പറയുന്നത്. ടൈമിനനുസരിച്ചുണ്ടാകുന്ന വേരിയബിൾ ചേഞ്ച് 0 ആയിരിക്കും. ഇവിടുത്തെ ടൈം അനുസരിച്ചുണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ച്, നമ്മുടെ ഇവിടുത്തെ പ്രോപ്പർട്ടി ടെമ്പറേച്ചർ ആണ്, ടെമ്പറേച്ചർ ചേഞ്ച് 0 ആയിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഡെൽ സ്ക്വയർ ടി പ്ലസ് ക്യു ജി ബൈ കെ ഈസ് ഈക്വൽ ടു 0. ഇതിനെയാണ് പോയിസൺസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 2 എസ് ഉണ്ടല്ലോ, അങ്ങനെ ഓർത്താൽ മതി. ഇവിടെ ഒരു എസ്, 2 എസ് ഉള്ള പോയിസൺസ് ഇക്വേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മുകളിലുള്ള 2 കൂടെ പ്ലസ് ചെയ്താൽ, അതായത് നോ ഇന്റേണൽ ഹീറ്റ് ജനറേഷൻ പ്ലസ് സ്റ്റഡി സ്റ്റേറ്റ്, ഈ 2 കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് ലാപ്ലേസ് ഇക്വേഷൻ കിട്ടും. ഓർത്ത് വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ലാപ്ലേസ് ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഡെൽ സ്ക്വയർ ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ കടക്കും. നെക്സ്റ്റ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് സെയിം പ്രൊസീജിയർ നമ്മൾ വരുന്നു. അപ്പം കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇതിനകത്ത് കോർഡിനേറ്റ് സിസ്റ്റം ആർ തീറ്റ ഇസഡ് എങ്ങനെ വരുന്നത് പറയാം. നമുക്കറിയാം, ആദ്യം നമ്മൾ ഒരു സിലിണ്ടറിന് പകരം ഒരു സർക്കിളിനെ എടുക്കാം, സർക്കുലർ പ്ലെയിനിനെ എടുക്കാം. ഒരു സർക്കുലർ പ്ലെയിൻ അതിനകത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ടും വേണ്ടുന്ന ആറും, അതായത് റേഡിയസും തീറ്റയുമാണ്. നമുക്കറിയാതെ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടുന്ന ആറും തീറ്റയുമാണ്. അപ്പം കാരണം എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ നൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു സെന്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറി, ആ ഡിസ്റ്റൻസിലുള്ള ഒരു സർക്കിളിലുള്ള പല പോയിന്റുകളും വരും. അതിനകത്ത് ഏത് പോയിന്റ്, അതിന് ആംഗിൾ വേണം. ആ ആറും തീറ്റയും. അപ്പോൾ ഒരു സർക്കുലർ പ്ലെയിൻ കിട്ടും. അതെങ്ങനെ ഒരു സിലിണ്ടർ ആക്കി മാറ്റാം? എന്ത് ചെയ്താൽ മതി, ആ സർക്കിളിനെ ഇസഡ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലേക്ക് ഇലോങ്ങേറ്റ് ചെയ്താൽ, എക്സ്ട്രൂഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും,
ഒരു സിലിണ്ടർ കിട്ടും. അപ്പോൾ നമുക്ക് ഒരു സിലിണ്ടറിലോട്ടുള്ള പർട്ടിക്കുലർ പോയിന്റ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ R, θ, Z എന്ന് പറയുന്ന 3 ടേബിളുകൾ വേണം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഡെറിവ് ചെയ്തെടുക്കുന്ന ഇക്വേഷനാണ് ഡോ സ്ക്വയർ ടി ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1/r ഡോ ടി by dou r plus 1/r square dou square t by dou theta square plus dou square t by dou z square plus qg by k is equal to 1/alpha dou t by dou small t എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല എക്സാമുകളിലും ഇതിൻ്റെ ഡെറിവേഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് പോകാം. സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്തും നമ്മൾ കോർഡിനേഷൻ പോയിന്റുകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ആദ്യം എടുക്കുന്നത് ഒരു സർക്കിൾ തന്നെയാണ്, സർക്കുലർ ലാമിനാണ്. നമുക്കറിയാം അത് സർക്കുലർ ലാമിലെ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ R, θ എന്നീ ടേമുകൾ വേണം. അപ്പം അതിൻ്റെ കൂടെ എങ്ങനെ അടുത്ത ഒരു പാരാമീറ്റർ ഉണ്ടെങ്കിൽ അത് സ്പിയർ ആയിട്ട് വരത്തുള്ളൂ. കാരണം ഈ ഒരു സർക്കിളിനെ നമുക്കൊരു പർട്ടിക്കുലർ റേഡിയസ് ഉള്ള ഒരു പെൻ എടുത്തിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്താലാണ് ഒരു വെർട്ടിക്കലായിട്ടല്ല, ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്ലെയിനിലൂടെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു സർക്കുലർ ലാമിന് കിട്ടും. അതേ പ്ലെയിനിൽ നിന്നും ഒരു പർട്ടിക്കുലർ ആംഗിളിൽ, അതായത് ഇവിടെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഫൈ എന്ന് പറയുന്ന ആംഗിളിൽ ഒരു ഇൻക്ലിനേഷനോടുകൂടി അത് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ചെറിയൊരു സർക്കിൾ അതിന് തൊട്ട് മുകളിലായിട്ട് കിട്ടും. അങ്ങനെ ഓരോ ഫൈ ആംഗിളിലും റൊട്ടേറ്റ് ചെയ്ത അവസാനം ആ R എന്ന് പറയുന്ന ലെങ്ത് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. അപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടുന്നത് സർക്കിൾ എന്ന് പറയുന്ന ഒരു പോയിന്റ് മാത്രമായിരിക്കും. പറഞ്ഞത് മനസ്സിലായോ? ആദ്യമേ ഒരു R എന്ന് പറയുന്ന റേഡിയസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സർക്കിൾ കിട്ടുന്നു. അത് R, θ എന്നീ 2 പോയിന്റുകൾ ഉപയോഗിച്ചാണ് നമ്മൾ സർക്കുലർ ലാമിന് ക്രിയേറ്റ് ചെയ്തത്. ഇതേ ലാമിനിൽ നിന്നും ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ആറിനെ ടിൽറ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്താൽ നമുക്കവിടെ ഒരു സ്മോൾ സർക്കിൾ കിട്ടും. ഇങ്ങനെ ഓരോ 5 ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് R പെർപെൻഡിക്കുലർ ആയിട്ട് മാറുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിലേക്ക് മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന സർക്കിളാണ് ഒരു പോയിന്റ്. ഓക്കെ, ഇങ്ങനെ ഓരോ സ്പിയറിലെ ഓരോ പോയിന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രധാനമായിട്ട് 3 ടേമുകളാണ് വേണ്ടുന്നത്: R, θ, φ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡെറൈവ് ചെയ്തെടുക്കുന്ന ഇക്വേഷനാണ് 1/r square ഡോ ബൈ ഡോ r ഇൻറ്റു r square ഡോ t ബൈ ഡോ r പ്ലസ് 1/r square sin φ ഡോ ബൈ ഡോ φ ഇൻറ്റു sin φ ഡോ t ബൈ ഡോ φ പ്ലസ് 1/r square sin square φ ഡോ square t by ഡോ θ square പ്ലസ് qg by k is equal to 1/alpha ഡോ t by ഡോ സ്മോൾ t എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. ഇതും ഓർത്ത് വെക്കേണ്ടതാണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ എ പ്ലെയിൻ വാളിലേക്ക് നോക്കാം. ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റിന്റെ ആപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിനു വേണ്ടി ഞാൻ പ്രധാനമായിട്ടും എടുത്തിരിക്കുന്നത് ഒരു പ്ലെയിൻ വാളിനെയാണ്. അതിന്റെ ലെങ്ത് L ആണ്. ഇതിന്റെ ഇനിഷ്യൽ ടെമ്പറേച്ചർ, അതായത് ഇനിഷ്യൽ ബൗണ്ടറി ടെമ്പറേച്ചർ എന്നത് T1, അതിന്റെ മറുവശത്തുള്ള ടെമ്പറേച്ചർ T2. T1 കമ്പാരിറ്റീവ്ലി ഹൈയും T2 കമ്പാരിറ്റീവ്ലി ലോ ആണ്. അത് നമ്മൾ ആ ടെമ്പറേച്ചർ പ്രൊഫൈൽ കാണുമ്പോഴേ അറിയാം. ഇനി അതിനകത്ത് ആ ടെമ്പറേച്ചർ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ലീനിയർ ആണ്. അതായത് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ട് ഒരു 4 അസംഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നു. അതായത് ടെമ്പറേച്ചറിനനുസരിച്ച് ടൈമിനനുസരിച്ച് ടെമ്പറേച്ചറിന്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ 0 ആണ്. ഇനി 1 ഡയമെൻഷണൽ മോഷൻ ആണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരൊറ്റ ഡയറക്ഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് എക്സ് ഡയറക്ഷൻ ആണ്. വൈയും ഇസഡ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് വൈ ഡയറക്ഷനിലും ഇസഡ് ഡയറക്ഷനിലുള്ള ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത്, ഹീറ്റ് കണ്ടക്ഷൻ ഫ്ലോ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നെഗ്ലിജിബിൾ ആണ് എന്നുള്ള അസംഷനിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നെക്സ്റ്റ് ആണെന്നുള്ള ഇതിനകത്തുള്ള ഇന്റേണൽ ഹീറ്റ് ജനറേഷൻ QG എന്ന് പറയുന്ന വാല്യൂ 0 ആണ്. നെക്സ്റ്റ് ഇവിടെ ലേയേഴ്സുകൾ പരസ്പരം നല്ല ഫില്ല് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. യാതൊരുത്തരത്തിലുള്ള ഗ്യാപ്പുകളോ എയറുകളോ ഒന്നും ഇതിനകത്ത് കാണത്തില്ല. ഓക്കെ, ഇനി ഇത് എങ്ങനെ നമുക്ക് ഇതിന്റെ കേസിൽ യൂണിഫോം തെർമൽ കണ്ടക്ടിവിറ്റി ആണെങ്കിൽ, ഈ ഒരു നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന മെറ്റീരിയലിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി യൂണിഫോം ആണെങ്കിൽ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത് നോക്കാം. നമുക്കറിയാം H is equal to -KA ഡെൽറ്റ T by ഡെൽറ്റ എക്സ്, അല്ലെങ്കിൽ -KA dt by dx ആണ്. അപ്പോൾ -KA എന്ന് പറയുന്നത് ഇതിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ ആണ്. എക്സ് ഡയറക്ഷനിലുള്ള ഏരിയ ക്രോസ് സെക്ഷൻ, അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി K എന്ന് പറയുന്നു. ഇവിടുത്തെ ടെമ്പറേച്ചർ, ഈ രണ്ട് എക്സ് ഡയറക്ഷനിലുള്ള ഫ്ലോയുടെ 2 ബൗണ്ടറിയിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് T2 - T1 ഡിവൈഡ് ബൈ ആ 2 ടെമ്പറേച്ചറുകൾക്കിടയിലുള്ള ലെങ്ത് L. ഫോർ നമുക്ക് കിട്ടും T1 - T2 ഡിവൈഡ് ബൈ L by K എന്ന് എഴുതാം. ഈ L by K വിളിക്കുന്ന പേരാണ് R. R is equal to L by K. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം തെർമൽ റെസിസ്റ്റൻസ് L by K എന്ന്
എഴുതാം. ഇനി വേരിയബിൾ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ കേസ് ആണെങ്കിൽ H is equal to K സഫിക്സ് എം എ T1 - T2 by L ലേക്ക് വരും. ഒന്നുമില്ല, K എന്ന് പറയുന്നത് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചറിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടായിരിക്കും. K0 × 1 + βT ആയിരിക്കും. അത് ടെമ്പറേച്ചറിനനുസരിച്ച് തെർമൽ കണ്ടക്ടിവിറ്റി ചേഞ്ച് ചെയ്യും. അതാണ് വേരിയബിൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. Km എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി ആയിട്ട് 0 ടെമ്പറേച്ചർ ആണ്. Km എന്ന് പറയുന്നത് K0 എന്ന് പറയുന്നത് മീൻ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. ഇതിനകത്തൊരു പ്രോബ്ലം ഉണ്ട്. ഇതാണ് K0 എന്ന് പറയുന്നതാണ് 0 ടെമ്പറേച്ചർ ഉള്ളത്. ഒന്ന് തിരിഞ്ഞു പോയിരിക്കുന്നു. Km എന്ന് പറയുന്നത് മീൻ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. ഓക്കെ, അടുത്തത് ബീറ്റ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ വേരിയേഷന്റെ ലൈൻ ആണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ H is equal to ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. Kക്ക് വരെ Km ആവും. Km എന്ന് പറയുന്നത് മീൻ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. അതെന്ന് പറയുന്നത് K0 തെർമൽ കണ്ടക്ടിവിറ്റി ആയിട്ട് 0 × 1 + βT എന്ന് പറയുന്നത്. ബീറ്റ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ടെമ്പറേച്ചർ വേരിയേഷൻ പ്രൊഫൈൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ എ കോമ്പോസിറ്റ് വാൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രോബ്ലമും ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ കാണാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന 3 കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ആണ്. 3 കോമ്പോസിറ്റ് പാർട്ടിക്കിൾസ് ആണ്. A, B, C എന്ന് പറയുന്ന 3 ഡിഫറെന്റ് മെറ്റീരിയൽസുകൾ ചേർന്നുള്ള ഒരു കോമ്പോസിറ്റ് വാൾ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ H എന്ന് പറയുന്ന ഹീറ്റ് ആണ്. നമ്മുടെ E എന്ന് പറയുന്ന വാളിലൂടെ കയറി സിയിലേക്ക് എത്താൻ പോകുന്നത്. അന്നേരം ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ടെമ്പറേച്ചർ പ്രൊഫൈലാണ് T1 അറ്റ് ദ എൻട്രി പോയിന്റ് ഓഫ് A, T2 അറ്റ് ദ എക്സിറ്റ് ഓഫ് A, അതർവൈസ് T2 അറ്റ് ദ എൻട്രി ഓഫ് B എന്ന് പറയാം. T3 അറ്റ് ദ എക്സിറ്റ് ഓഫ് B ആൻഡ് എൻട്രി ഓഫ് C എന്ന് പറയാം. T4 എന്ന ടെമ്പറേച്ചർ എക്സിറ്റ് ഓഫ് C ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലെങ്ത് ഓഫ് A എന്ന് പറയുന്നത് LA ആണ്. ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് LB ആണ്. സിയുടേത് LC ആണ്. ഇവിടുത്തെ K വാല്യൂ K ആണ്. ഇവിടുത്തെ K ആണ്. ഇവിടെ KB ആണ്. ഇവിടെ KC ആണ്. ഇത്രയാണ് ഇതിനകത്ത് ഡീറ്റെയിൽസ്. നമുക്ക് ഇതിനകത്ത് നിന്നും തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റിനെ ഒരു പ്ലെയിൻ വാളായിട്ട് കൺസിഡർ ചെയ്താൽ LA/KA × A എന്ന് പറയുന്നത്. നെക്സ്റ്റ് BA കൺസിഡർ ചെയ്താൽ LB/KB × A എന്ന് പറയും. ഇനി CA കൺസിഡർ ചെയ്താൽ LC/KC × A എന്ന് കിട്ടും. ഇവിടെ എല്ലായിടത്തും ഹീറ്റ് ലോസ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് 0 ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ എൻട്രിയിൽ കിടന്ന അതേ H വാല്യൂ തന്നെ ഇവിടെ എത്തണം. H വാല്യൂ അവിടെ തന്നെ എത്തും, ഒരു ലോസും ഇല്ലാതെ. അങ്ങനെ ആകുമ്പോൾ H is equal to ഫസ്റ്റ് പ്ലെയിനിന്റെ കേസിൽ അപ്ലൈ ചെയ്താൽ Aക്ക് അപ്ലൈ ചെയ്താൽ K × T1 - T2 by LA. അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് T1 - T2 ആണ്. നെക്സ്റ്റ് KB × A × T2 - T3 by LB. നെക്സ്റ്റ് സിയിലുള്ളത് KCA × T3 - T4 by LC ആണ്. ഇനി നമുക്കിതിനെ ഒരു കമ്പൈൻഡ് വാല്യൂയിലേക്ക് എടുക്കാം. അതായത് ഒരു ടോട്ടൽ റെസിസ്റ്റൻസിന്റെ ബേസിൽ എങ്ങനെ പറയാൻ നോക്കാം. അതായത് H is equal to T1 - T4, അതായത് എൻട്രി ഓഫ് A ആൻഡ് എക്സിറ്റ് ഓഫ് C ആണ് T4 എന്ന് പറയുന്നത്. T1 - T4 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് LA/KA + LB/KA + LC/KC × A is equal to T1 - T4 ഡിവൈഡ് ബൈ RA + RB + RC. കാരണം അതൊരു സീരിയസ് ടൈപ്പ് ടെമ്പറേച്ചർ പ്രൊഫൈലാണ്. ടെമ്പറേച്ചർ പ്രൊഫൈലല്ല, മെറ്റീരിയൽ കണക്ഷൻ ആണ് നോക്കേണ്ടത്. തെർമൽ കണ്ടക്ടിവിറ്റി നമ്മൾ സീരിയസ് ആയിട്ടും തെർമൽ റെസിസ്റ്റൻസ് സീരിയസ് ആയിട്ടും പാരലായിട്ടും കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞു. അതിനകത്ത് സീരിയസ് കേസാണ് നമ്മൾ എടുത്തത്. ഇത് A എന്ന് പറയുന്ന മെറ്റീരിയൽ ആണെങ്കിൽ അടുത്തത് B എന്ന് പറയുന്ന മെറ്റീരിയൽ, അടുത്തത് C എന്ന് പറയുന്ന മെറ്റീരിയൽ. ഇതിനെ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. RA, RB, RC. ഓക്കെ, അടുത്തത് പാരൽ കേസിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് A എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ B, C എന്നിവ പാരലായിട്ടും കണക്ട് ചെയ്തിരിക്കുന്നു. അത് നേരെ ഡിയിലേക്ക് സീരിയസ് ആയിട്ട്. അപ്പം ഇതിൽ നിന്നും സീരിയസ് ആയിട്ട് B സിയിലേക്ക് പോകുന്നു. ബിയും സിയും പാരലാണ്, അത് ഡിയിലേക്ക് പോകുന്നു. ഇതാണ് ഇവിടുത്തെ ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ഇതിങ്ങനെ റെസിസ്റ്റൻസ് ഇങ്ങനെ വന്നിട്ട് ഒരു പാരൽ കണക്ഷൻ അവിടെ വരും. അവിടുന്ന് അടുത്തൊരു ഇവിടെ ഇത് A ആണ്, അടുത്തത് ഇത് B, ഇത് C, നെക്സ്റ്റ് വൺ D. ഇങ്ങനൊരു കൺസെപ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു സീരീസ്, ഒരു ബിയും സിയും പാരല്, ഡി വീണ്ടും സീരീസിലേക്ക് പോകുന്നു. ഇനി കൂടുതൽ ഇതിനകത്ത് പറയേണ്ട കാര്യം R is equal to LA/LAA, RB is equal to LB/K × A, RC is equal to LC/KC × A, RD is equal to LD/KD × A. ഇതിനകത്ത് ഇക്വലന്റ് ആയിട്ട്, അതായത് റെസിസ്റ്റൻസ് ഇക്വലന്റ്, ടോട്ടൽ റെസിസ്റ്റൻസ് പറയുന്നത് RAയും RDയും
പാരലാണ് ആരുമായിട്ട് ബി സി എന്ന് പറയുന്ന കമ്പൈൻഡ് ആയിട്ടുള്ള പാരൽ എലമെന്റുമായിട്ട് സീരീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആർ എയും ആർ ഡിയും ആർ ബി പ്ലസ് ആർ സി രണ്ടും കൂടെ ചേർത്ത് എങ്ങനെ പറയാം? ആർ എ പ്ലസ് പാരൽ കണക്ഷൻ ഓഫ് ബി സി പ്ലസ് ആർ ഡി എന്ന് എഴുതാം. അപ്പം ഈ പാരൽ കണക്ഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നത് വെച്ചാൽ 1/1 ഹോൾ ഡിവൈഡഡ് ബൈ 1/RB പ്ലസ് 1/RC. ഇതാണ് അവിടുത്തെ ബിയും സിയും തമ്മിലുള്ള പാരലൽ കണക്ഷൻ. ഇത് എയുമായിട്ടും ഡിയുമായിട്ടും എന്താണ് സീരീസിലാണ്. അതുകൊണ്ട് ആർ എ പ്ലസ് പാരലൽ കണക്ഷൻ പ്ലസ് ആർ ഡി എന്ന് എഴുതുന്നു. അപ്പോൾ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു T1 മൈനസ് T4. രണ്ടിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആർ ഇക്വലന്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഇത് ഇവിടെ ഈ ഒരു മൊഡ്യൂളിൽ പറയാൻ കാരണം നമുക്ക് പല പ്രോബ്ലംസുകളും ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിന്റെ ഇക്വേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെയധികം കൂടുതലാണ്. അതിനുവേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി രണ്ട് പോയിന്റുകളാണ് പറയാൻ പോകുന്നത്. ഹോട്ട് പ്ലേറ്റ് ആൻഡ് ഫ്ലൂയിഡ് ഫ്ലോ ഓവർ എ ഹോട്ട് പ്ലേറ്റ്. നോക്കാം. ഹോട്ട് പ്ലേറ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് ഹോട്ട് പ്ലേറ്റ് ആണ്. അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TS ആണ്. അതിലൂടെ ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നു. TF അത് നാച്ചുറൽ ആവാം, ഫോഴ്സ്ഡ് ആവാം. എങ്ങനെയായാലും അതിന്റെ ടെമ്പറേച്ചർ, ഫ്ലൂയിഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TF ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ഏരിയ ഓഫ് സർഫസ്, ഈ ഇരിക്കുന്ന പ്ലേറ്റിന്റെ സർഫസ് ഏരിയയും അവിടുത്തെ പ്ലേറ്റിന്റെ ടെമ്പറേച്ചറും ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസിനെയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. H is directly proportional to area of surface and surface flow and the temperature difference between the plate and the fluid flow. ഫ്ലൂയിഡ് ഫ്ലോയും പ്ലേറ്റും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിന്റെയും അവിടെ ഏരിയ എക്സ്പോസ്ഡ് ടു ഹീറ്റ് ട്രാൻസ്ഫർ എന്താണോ ആ ഏരിയയ്ക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് H is equal to directly proportional to A into TS minus TF എന്ന് വരും. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടുന്ന കോൺസ്റ്റന്റ് ആണ് H. ഇതൊരു മെറ്റീരിയൽ കോൺസ്റ്റന്റ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് എക്സ്പ്ലെയിൻ ദ ഇക്വേഷൻ ഫോർ ദ റേറ്റ് ഓഫ് convective heat transfer between surface and the adjacent fluid in relative motion. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തുള്ള റെസിസ്റ്റൻസ് ആണ് കൺവെക്റ്റീവ് തെർമൽ റെസിസ്റ്റൻസ്. സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നു. H is equal to delta T by R, that is I is equal to V by R എന്ന് പറയുന്ന അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ കറണ്ട് ഫ്ലോയ്ക്ക് പകരം ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലോ ആണ്. വോൾട്ടേജിന് പകരം ഇവിടെ പൊട്ടൻഷ്യൽ ആയിട്ട് വരുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഇവിടെ ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസ് ആർ കൺവെക്ഷൻ ഈസ് ഇക്വൽ ടു H ഡെൽറ്റ ടി. ഇതിനകത്ത് നമുക്ക് ഡെൽറ്റ ടി ഒഴിച്ചുള്ള ബാക്കി HA ഡിനോമിനേറ്റർ പാർട്ടിലോട്ട് വരുമ്പോൾ 1/H ആവും. ഈ 1/HA വിളിക്കുന്ന പേരാണ് കൺവെക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. ഇനി നമ്മൾ ഇന്ന് പഠിച്ച ഇതിനുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. A furnace wall consists of 200 mm layer of refractory bricks, 6 mm layer of steel plate and a 100 mm layer of insulation brick. The maximum temperature of the wall is 1150 degrees Celsius on the furnace side and the minimum temperature is 40 degrees Celsius on the outermost side of the wall. An accurate energy balance over the furnace shows that the heat loss from wall is 400 watt per meter square. It is known that there is a thin layer of air between layers of refractory bricks and steel plate. Thermal conductivities for the three layers are 1.52, 45 and 0.138 watt per meter degree Celsius respectively. Find to how many millimeters of insulation brick is the air layer equivalent. Second one, what is the temperature of the outer surface of the steel plate? ഇത് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ RK രജപുത് സാറിന്റെ ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രോബ്ലം ആണ്. നമുക്ക് അതിനകത്തെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കാം. അതായത് ഒരു ABCD എന്ന് പറയുന്ന, അതായത് റിഫ്രാക്ടറി ബ്രിക്ക്, പിന്നെ ഒരു എയർ ഗ്യാപ്പ്, പിന്നെ ഒരു സ്റ്റീൽ പ്ലേറ്റ്, ഒരു ഇൻസുലേഷൻ ബ്രിക്ക്, ഇതുള്ള ഒരു പർട്ടിക്കുലർ കോമ്പോസിറ്റ് പാർട്ടാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എ ഫർണസ് വാൾ കൺസിസ്റ്റ് ഓഫ് 200 mm ലെയർ ഓഫ് റിഫ്രാക്ടറി ബ്രിക്ക് ആണ്. അപ്പോൾ 200 mm ഒരു റിഫ്രാക്ടറി ബ്രിക്ക്, അത് എ. നെക്സ്റ്റ് വൺ 6 mm ലെയർ ഓഫ് സ്റ്റീൽ പ്ലേറ്റ്. ഓക്കെ, 6 mm ലെയറിലുള്ള ഒരു
സ്റ്റീൽ പ്ലേറ്റ്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ആൻഡ് എ 100 millimeter ലെയർ ഓഫ് ഇൻസുലേഷൻ ബ്രിക്ക്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ഇൻസുലേഷൻ ബ്രിക്ക് ഉണ്ട്, 100 millimeter ആണ്. ഇനി പറയാൻ പോകുന്നത് മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ വാൾ ഈസ് 1150 ഡിഗ്രി സെൽഷ്യസ് ഓൺ ദ ഫർണസ് സൈഡ്. അതായത് ഫർണസ് സൈഡിലാണ്, അതായത് ഈ സൈഡിലാണ് മാക്സിമം ടെമ്പറേച്ചർ പറഞ്ഞിരിക്കുന്നത്. ഇനി മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓൺ ദ ഔട്ടർ മോസ്റ്റ് സൈഡ് ഓഫ് ദ വാൾ. അപ്പൊ ഇവിടെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഇൻസുലേഷൻ ബ്രിക്ക് ആണ്, അവിടെ 40 ഡിഗ്രി സെൽഷ്യസ്. അടുത്തത് പറഞ്ഞിരിക്കുന്ന ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ആൻ ആക്യുറേറ്റ് എനർജി ബാലൻസ് ഓവർ ദ ഫർണസ് ഷോ ദാറ്റ് ദ ഹീറ്റ് ലോസ് ഫ്രം വാൾ ഈസ് 400 വാട്ട്. അതായത് നമ്മുടെ എച്ച് വാല്യൂ 400 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. യൂണിറ്റ് ഏരിയയിൽ തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ദർ ഈസ് എ തിൻ ലെയർ ഓഫ് എയർ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എയർ ബിറ്റ്വീൻ ലെയേഴ്സ് ഓഫ് റിഫ്രാക്ടറി ബ്രിക്സ്, അതായത് AC. ഈ പറഞ്ഞ രണ്ട് റിഫ്രാക്ടറി ബ്രിക്കുകൾക്കിടയിലായിട്ട്, അതായത് റിഫ്രാക്ടറി ബ്രിക്കിനും സ്റ്റീൽ പ്ലേറ്റിനും ഇടയിലായിട്ട് ഒരു എയർ ഗ്യാപ്പ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ thermal conductivity for the three layers are 1.52, 45 and 0.138 watt per meter degree Celsius respectively. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന എയർ ലെയറിന്റെ തിക്നെസ് എത്ര ആണ് എന്നുള്ളത്. എങ്ങനെ കൺസിഡർ ചെയ്യാം? എയർ ലെയറിനെ ഇൻസുലേഷൻ ബ്രിക്കുമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഇൻസുലേഷൻ ബ്രിക്കുമായിട്ട് കൺസിഡർ ചെയ്ത എയർ ഗ്യാപ്പിന് ഇക്വലൻ ടു ഇൻസുലേഷൻ ബ്രിക്ക് ആണെങ്കിൽ ഇൻസുലേഷൻ ബ്രിക്കിന്റെ അതേ കെ വാല്യൂ തന്നെ നമുക്ക് എടുക്കാം. എവിടെ? എയർ ഗ്യാപ്പിന്റെ കേസിലും. അതായത് ഇൻസുലേഷൻ ബ്രിക്കിന്റെ കേസിൽ എന്താണോ കെ വാല്യൂ, അതേ കെ വാല്യൂ തന്നെ നമ്മൾ എവിടെ എടുക്കും? എയർ ഗ്യാപ്പിന്റെ കേസിൽ കെ വാല്യൂ ആയിട്ട് എടുക്കുന്നു. അതായത് ഡി എന്ന് പറയുന്ന പോയിന്റിന്റെ എടുക്കുന്ന അതേ വാല്യൂ തന്നെ, അതായത് 0.138 എന്ന് പറയുന്ന അതേ വാല്യൂ തന്നെ നമ്മൾ ഏത് കേസിലും എടുക്കുന്നു? ഈ കേസിലും നമ്മുടെ ഈ 3 ലെയേഴ്സിലെ എയർ ഗ്യാപ്പിന്റെയും ഇൻസുലേഷൻ ബ്രിക്കിന്റെയും കെ വാല്യൂസ് സെയിം ആയിരിക്കും. നമുക്കിത് എങ്ങനെ ചെയ്യുന്നു നോക്കാം. ഫസ്റ്റ് ഓരോന്നിന്റെ ലെങ്ത് നമുക്ക് അറിയായിരുന്നു, 200 millimeter മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. SI യൂണിറ്റിലേക്ക് ആക്കാൻ മറക്കല് 0.2 മീറ്റർ. ഇനി സ്റ്റീൽ പ്ലേറ്റിൻ്റെത് LC = 0.006 മീറ്റർ. ഇൻസുലേഷൻ ബ്രിക്കിൻ്റെത് 100 millimeter, ദാറ്റ് മീൻസ് 0.1 മീറ്റർ. ഇനി ടോട്ടൽ ടെമ്പറേച്ചർ ഡിഫറൻസ് എൻഡിലുള്ള പോയിന്റുകൾ തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് പറയുന്നത് 1150 - 40 = 1110 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ തെർമൽ കണ്ടക്ടിവിറ്റി വാല്യൂസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എടുക്കണം. K = 1.52 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ് ആണ്. KB വാല്യൂം KD വാല്യൂം സെയിം ആണ്. അതായത് ബ്രിക്കിന്റെ വാല്യൂം എയറിന്റെ വാല്യൂം K വാല്യൂസ് സെയിം ആയിട്ട് എടുത്തു. 0.138 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. K = 45 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. ഇനി തന്നെ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മൾ എക്സ് വാല്യൂ ആണ്. എക്സ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് LC ആണ്, എയർ ഗ്യാപ്പിന്റെ വാല്യൂ ആണ്. അത് നമുക്ക് എന്തറിയാം? H വാല്യൂ എന്ന് പറയുന്നത്, Q വാല്യൂ എന്ന് പറയുന്നത് 400 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണെന്ന് അറിയാം. ദാറ്റ് മീൻസ് Q = നമ്മുടെ ഇക്വേഷൻ എന്തുവരും? നമ്മുടെ ഇക്വേഷൻ Q = ΔT/L/KA. ആ ഇക്വേഷൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. Q/A നമുക്ക് എഴുതാം ΔT/L/KA. കാരണം Q/A എടുക്കാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇവിടെ വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്, യൂണിറ്റ് ഏരിയ ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഡിവൈഡ് ബൈ A ഇവിടെ വരണം. അപ്പൊ Q/A = ΔT/L/KA. അപ്പം ഈ കേസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ റെസിസ്റ്റൻസ് ABCD എല്ലാം എടുത്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണ്, നമുക്ക് അത് കണ്ടു. അപ്പം Q/A പകരം 400 = ΔT പകരം 1110 ഡിവൈഡഡ് ബൈ എല്ലാ റെസിസ്റ്റൻസും കൺസിഡർ ചെയ്യുക സീരീസ് ആയിട്ട്. LA/KA + LB/KB + LC/KC + LD/KD വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഒരു കേസിൽ ഓർക്കുക X/1000 ഇടാൻ റീസൺ Xനെ ഞാൻ ഇവിടെ മില്ലിമീറ്ററിൽ കൺസിഡർ ചെയ്തിരിക്കുന്നു. എന്നാൽ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ X എന്ന് പറയുന്നത് മീറ്ററിലാണ് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെയും കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ 1000 ആവശ്യമില്ല, ഡയറക്റ്റ് X/0.138. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന Xന്റെ വാല്യൂ എന്ന് പറയുന്നത് മീറ്ററിലായിരിക്കുന്നുള്ള ഏക ഡിഫറൻസ് ഉള്ളൂ. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന X വാല്യൂ എന്ന് പറയുന്നത് മില്ലിമീറ്ററിൽ നോക്കുകയാണെങ്കിൽ 266.5
millimeter എന്ന് കിട്ടും. നിങ്ങൾ എക്സിനെ മീറ്റർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 0.266 മീറ്റർ എന്ന് പറഞ്ഞ വാല്യൂത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഓക്കെ, ഇനി നമ്മുടെ ഔട്ടർ മോസ്റ്റ് അതായത് ഔട്ടർ സർഫസ് ഓഫ് സ്റ്റീൽ പ്ലേറ്റിന്റെ ടെമ്പറേച്ചർ നോക്കാം. അതായത് TSO എന്ന് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ്ട് സ്റ്റീൽ പ്ലേറ്റിന്റെ ഈ ഒരു ഔട്ടർ മോസ്റ്റ് പോയിന്റിലുള്ള ടെമ്പറേച്ചർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് സ്റ്റീൽ പ്ലേറ്റിനെ ഞാൻ കൺസിഡർ ചെയ്യും. പറ്റുമോ? സ്റ്റീൽ പ്ലേറ്റിനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരു ടെമ്പറേച്ചർ എങ്കിലും അറിയുന്ന ഇൻസുലേഷൻ ബ്രിക്കിനെ കൺസിഡർ ചെയ്യും. അപ്പം TSO 40 ഡിഗ്രി സെൽഷ്യസ്, ഇതിനിടയിലുള്ള LD ലെങ്തിലുള്ള K(T) തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു പ്ലെയിൻ വാളിന്റെ അതേ സിനാരിയോ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. ദാറ്റ് ഈസ് Q is equal to 400 തന്നെയാണ്, സെയിം, അതിൽ വ്യത്യാസമില്ല. is equal to TSO minus 40 divided by LD by KD. അതായത് D എന്ന് പറയുന്ന ബ്രിക്കിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, ഇൻസുലേഷൻ ബ്രിക്കിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടുന്ന TSO is equal to 329.8 ഡിഗ്രി സെൽഷ്യസിലേക്ക് കിട്ടുന്നു. നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ഹീറ്റ് ഫ്ലോ rate through the composite wall as shown in figure 2. Assume one dimensional flow. ഒരു വൺ ഡയമെൻഷണൽ ഫ്ലോ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അവർ തന്നെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഇതാണ് ആ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ലെങ്ത് എടുക്കേണ്ടത് 3, 8, 5 അത് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ 3, 7 എന്ന് പറയുന്നത് നമ്മൾ എടുക്കരുത്. അതൊരു ക്രോസ് സെക്ഷണൽ ഏരിയക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മാത്രം തന്നിരിക്കുകയാണ്. 10ഉം 3ഉം 7ഉം എല്ലാം ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തന്നിരിക്കുകയാണ്. ഇനി ഇതിന്റെ K വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. K എന്ന് പറയുന്നത് 150, KB എന്ന് പറയുന്നത് 30, KC എന്ന് പറയുന്നത് 65, KD എന്ന് പറയുന്നത് 50 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസും. ഇതും ഞാൻ രാജ്പുട്ട് ടെക്സ്റ്റിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇതിന്റെ സൊല്യൂഷനിലേക്ക് നമുക്ക് പോകാം. ഇവിടെ പ്രധാനമായിട്ട് ആദ്യം തിക്നെസ്സിലേക്ക് പോകാം. L is equal to 0.03 മീറ്റർ, എല്ലാം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. LB is equal to LC is equal to 0.08 മീറ്റർ, LD is equal to 0.05 മീറ്റർ. അത് നമുക്ക് ഈ ഫിഗറിൽ തന്നെ കാണാം. 385 ഇതിനെ സെന്റിമീറ്റർ ആണ് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ A is equal to 0.1 into 0.1 ആണ്. അതായത് എയുടെ ക്രോസ് സെക്ഷൻ ഏരിയ 10 ഇൻറ്റു ഈ ലെങ്ത് എന്ന് പറയുന്നത് 3+7 ആണ്. 3+7 ആയതുകൊണ്ട് 10, ഇതിൽ 10 സെന്റിമീറ്റർ, 0.1 തന്നെ. AB എന്ന് പറയുന്നത് B എന്ന് പറയുന്ന എലമെന്റ് എടുക്കുക. B എന്ന് പറയുന്ന എലമെന്റിന്റെ ലെങ്ത് 8 ആണ്, വിഡ്ത്ത് 10 ആണ്, ഹൈറ്റ് 3 ആണ്. അപ്പോൾ നമുക്ക് ഏരിയ ക്രോസ് സെക്ഷനിന് വേണ്ടി 10 ഇൻറ്റു 3 ആണ് വേണ്ടത്. അതായത് 0.1 ഇൻറ്റു 0.03 മീറ്ററിലേക്ക് വരുമ്പോൾ, മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. ഇനി C എന്ന് പറയുന്നതും നമുക്ക് നോക്കാം. അതിന്റെ കേസിൽ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. അതിന്റെ ഹൈറ്റ് 7 ആണ്, വിഡ്ത്ത് 10 ആണ്. അപ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ 0.1 ഇൻറ്റു 0.07. ടിയിലേക്ക് വരുവാണെങ്കിൽ സെയിം തന്നെ, എയുടെ സെയിം തന്നെ, 0.1 ഇൻറ്റു 0.1 ഈസ് ഈക്വൽ ടു 0.01 മീറ്ററിലേക്ക് വരുന്നു. ഇവിടെ നമുക്ക് ആദ്യം ഇതിലേക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒറ്റ പാരാമീറ്ററേ ഉള്ളൂ, ഹീറ്റ് ഫ്ലോ റേറ്റ് ആണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം. അതായത് ഇവിടെ എടുത്തിരിക്കുന്ന കോമ്പോസിറ്റിന്റെ ഒരു ഫിഗർ ആണ് നമ്മൾ റെസിസ്റ്റന്റ് ഫോമിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. എയുമായിട്ട് പാരലി കണക്റ്റഡ് ആണ് B, C, D. ഇത് നമ്മൾ തിയറി പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന സെയിം ഇക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് എയുടെ തെർമൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ബിയുടെ തെർമൽ റെസിസ്റ്റൻസ്, C, D, ഇങ്ങനെ ഓരോ തെർമൽ റെസിസ്റ്റൻസും കണ്ടെത്തുക. ഫസ്റ്റ് എയുടെ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് LA/K × A ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.02, ബിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.089, അതായത് LB/K × A യിലേക്ക് കിട്ടും. അപ്പോൾ ആ വാല്യൂ എയും ബിയും കിട്ടി. ഈ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ LC/KC × AC, അത് 0.176 കിട്ടി. RD എന്ന് പറയുന്നത് LD/KD × AD 0.1. ഇത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇനി ഇതിനകത്ത് എയും സിയും മാത്രം പാരലി കണക്റ്റഡ് ആണ്. അവ പാരലി കണക്റ്റഡ് ആയതുകൊണ്ട് 1/RB + 1/RC എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ആദ്യം ഈ പാരലൽ കോമ്പോസിഷന്റെ പാരലായിട്ടുള്ള ഈ ഒരു കോമ്പോസിഷന്റെ എന്ത് കണ്ടുപിടിക്കണം, തെർമൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഈ ഒരു പാരലായിട്ടുള്ള കോമ്പോസിഷന്റെ തെർമൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഈ പാരലായിട്ടുള്ള ഈ ഒരു സിസ്റ്റം എയുമായിട്ടും ഡിയുമായിട്ടും സീരീസ് ആണ്. അപ്പം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ
ടോട്ടൽ റെസിസ്റ്റൻസ് പറയുന്നത് എ പ്ലസ് ഡി പ്ലസ് ഈ പാരലൽ ഫോമിന്റെ റെസിസ്റ്റൻസ്. ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ് പറയുന്നത്. ദാറ്റ് മീൻസ് 0.267 ആണ് കിട്ടിയ വാല്യൂ. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് കിട്ടി, നമുക്ക് എന്തറിയാം, ഓവറോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് അറിയാം. ഇവിടെയുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് നോക്കുക, ഇവിടെയുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് തന്നിട്ടുണ്ട് 400 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം നമുക്ക് ആ ടെമ്പറേച്ചർ ഡിഫറൻസും അവിടെ ആയി കഴിഞ്ഞു. 400 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 60 ഡിഗ്രി സെൽഷ്യസ് 340. ഓക്കെ, ഇസ് ഈക്വൽ ടു 1273.4 വാട്ട്. ഇതാണ് ഫൈനൽ വാല്യൂ. നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരികയാണ്, നിങ്ങൾക്ക് വീട്ടിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. A furnace wall is made up of 3 layers of thickness 250 mm, 100 mm and 150 mm with thermal conductivity of 1.65 K and 9.2 watt per meter degree Celsius respectively. K value തന്നിട്ടുണ്ട്. The inside is exposed to gases at 1250 degrees Celsius with a convection coefficient of 25 watt per meter square degree Celsius, and inside surface is at 1100 degrees Celsius. The outside surface is exposed to air at 25 degrees Celsius with a convective coefficient of 12 watt per meter square degree Celsius. Determine unknown thermal conductivity K, overall heat transfer coefficient and surface temperatures, all surface temperatures. ഇവിടെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട K വാല്യൂ കണ്ടുപിടിക്കണം. അതിനകത്ത് ഫർണസ് വാള് നിർമ്മിച്ചിരിക്കുന്ന 3 ലെയറുകൾ കൊണ്ടാണ്. അതിന്റെ തിക്നെസ് തന്നിട്ടുണ്ട്. അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റിയിൽ ഒരു ലെയറിന്റെ നടുക്കുള്ള ലെയറിന്റെ K വാല്യൂ തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സർഫസ് ടെമ്പറേച്ചർ ആണ്. ഇത് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പറയാം. താങ്ക് യു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുകൾ അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക.